ഇന്നലെ ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന ഒരു അതിക്രൂരതയുടെ വാർത്ത, തൊഴിൽ ചൂഷണത്തിന്റെ, തൊഴിൽ പീഡനത്തിന്റെ വാർത്ത. അത് കേരളം അത്യധികം ജാഗ്രതയോടെ അല്ലെങ്കിൽ അത്യധികം പ്രാധാന്യത്തോടെ ഏറ്റെടുത്തു. ആ വിഷയത്തിൽ വിവിധ തലങ്ങളിൽ നിന്ന് ചർച്ചകളുണ്ടായി, വിവിധ തലങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷനുകളുണ്ടായി, നടപടികളുണ്ടായി. അപ്പോൾ അതിലേക്ക് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ദ ബിഗസ്റ്റിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം വീണ്ടും എത്തിക്കുന്നത്. കൊച്ചിയിലെ ടാർഗറ്റ് പീഡനത്തിന്റെ വാർത്ത ന്യൂസ് മലയാളം ഇന്നലെ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ യുവജന സംഘടനകളുടെ രോഷം അണപൊട്ടിയത് കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് കമ്പനിക്ക് നേരെയാണ്. അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ തത്സമയം കണ്ടതുമാണ് അല്ലെ. ജോലി തേടിയെത്തുന്ന ചെറുപ്പക്കാരാണ്, ഇവരെയാണ് ക്രൂര പീഡനത്തിന് ഇരയാക്കുന്നത്. 13 കൊല്ലം മുൻപ്, അതായത് 2012 ഇതേ കമ്പനിക്കെതിരെ ഒരു പരാതി ഉയർന്നിരുന്നു. ദിവസം 20 രൂപ മാത്രം നൽകി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് അടിമപ്പണി എടുപ്പിക്കുന്നു എന്നായിരുന്നു അന്നുയർന്ന ആരോപണം. ഈ തൊഴിൽ പീഡനം ഇതേപടി കേരളത്തിലെമ്പാടും തുടങ്ങിയ ഫ്രാഞ്ചൈസികളിലൂടെ ഇപ്പോഴും തുടരുകയാണ്. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് റിപ്പോർട്ട്. കൊടും ചൂഷണവും ക്രൂരതയും നടത്തുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിന് ഇതിലൊന്നും ബന്ധമില്ലെന്നാണ് കമ്പനി ഉടമകളുടെ വാദം. തങ്ങളുടെ പക്കൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഫ്രാഞ്ചൈസികളിൽ നടക്കുന്നതിനൊന്നും കമ്പനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന ന്യായവാദം പൊളിക്കുന്ന തെളിവുകളിതാ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജോയി ജോസഫിന്റെ കമ്പനികളുടെ ബ്രാഞ്ചുകളായി പ്രവർത്തിക്കുന്ന ഫ്രാഞ്ചൈസികളുണ്ട്. അതിലൊന്നാണ് പെരുമ്പാവൂരിലെ കെൽട്രോ. ഇവിടെ നടന്ന കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം ഇന്നലെ പുറത്തുവിട്ടത്. ഇവിടെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് ഉടമ ജോയി ജോസഫ് നേരിട്ടെത്തി പെരുമ്പാവൂർ ബ്രാഞ്ചിലെ തൊഴിലാളികൾക്ക് ട്രെയിനിങ് നൽകുന്ന ദൃശ്യങ്ങളാണിത്. ഇതുപോലെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ ഒരു യുവാവ് ജോയി ജോസഫിനെ വിളിക്കുന്ന ശബ്ദരേഖ കേൾക്കുക. നമുക്കിപ്പോ ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സിനെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഓൾറെഡി അവിടെ ട്രെയിനിങ് കഴിഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞിപ്പോ ഒരു പ്രൈവറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ സാധ്യതയുണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. മിസ്റ്റർ ബിജു പാപ്പച്ചൻ ഉണ്ട് ആ ഏരിയയില്. ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് വിളിച്ചാൽ മതി. നമ്പറിൽ തന്നെ വിളിക്കാം. ജോയി ജോസഫ് പറഞ്ഞത് പ്രകാരം മാനേജർ ബിജു പാപ്പച്ചനെ ഈ യുവാവ് വിളിച്ചു. ഫ്രാഞ്ചൈസികൾക്കുള്ള വാഹനമടക്കം നൽകുന്നത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് തന്നെ. ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നതിനെ പറ്റി സംസാരിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ കോൺടാക്ട് ചെയ്യുന്ന വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ജോയി സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല സാറേ. ബിജു പാപ്പച്ചൻ എന്റെ പേര്, ബിജു പാപ്പച്ചനാണ്. നമ്മളെങ്ങനെയാ അത്? പിന്നെ വണ്ടി കമ്പനി തരും, വണ്ടി സ്റ്റോക്ക് കമ്പനി തരും, അതിനുള്ള പരിശീലനം തരും. തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും തൃപ്പൂണിത്തുറയിലെയും എല്ലാ ഫ്രാഞ്ചൈസികളെ ജോയി ജോസഫും ബിജു പാപ്പച്ചനും സ്വന്തം ഓഫീസുകളെന്ന ഫോൺ സംഭാഷണത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ട്രെയിൻ ചെയ്യണം നമ്മുടെ ഒരു ഓഫീസിൽ. അതാണ് ഒരാഴ്ചയെങ്കിലും ഇവിടെ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും. കെൽട്രോ ടീമിൽ കൂടുതൽ ബിസിനസ് ചെയ്ത ജീവനക്കാർക്ക് കമ്പനി ഉടമ ജോയി ജോസഫ് നേരിട്ടെത്തി അനുമോദനം നൽകുന്ന വീഡിയോ കാണുക. ജോലി തേടിയെത്തുന്ന ചെറുപ്പക്കാരെ ക്രൂര പീഡനത്തിനിരയാക്കുന്നുവെന്ന് 13 വർഷം മുൻപേ ജോയി ജോസഫിന്റെ കമ്പനിക്കെതിരെ പരാതി ഉയർന്നിരുന്നു. 2012 മെയ് മാസത്തിലാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിനെതിരെ ഇന്നലെ ന്യൂസ് മലയാളം പുറത്തുവിട്ടതിന് സമാനമായ ചൂഷണം ആദ്യം പുറത്തു വന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് ചെറുപ്പക്കാരെ കൂട്ടത്തോടെ താമസിപ്പിച്ചായിരുന്നു ചൂഷണവും പീഡനവും. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ കമ്പനി നിരവധി ബ്രാഞ്ചുകൾ തുറന്നിരുന്നു. യുവാക്കളും യുവതികളും ഉൾപ്പെടെ 15 മുതൽ 20 വരെ ചെറുപ്പക്കാർ വീതം ഒന്നിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഇന്ന് ന്യൂസ് മലയാളത്തോടെ തൊഴിലാളികൾ വെളിപ്പെടുത്തിയതുപോലെ അന്നും അടിമപ്പണി ചെയ്തിരുന്നവരെ സ്വന്തം വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. ദിവസം 20 രൂപ മാത്രമായിരുന്നു കൂലിയെന്നാണ് അന്നത്തെ പരാതി. ഭക്ഷണവും യാത്രാ ചെലവുമെല്ലാം ഈ 20 രൂപ കൊണ്ട് നടത്തണം. തട്ടിപ്പിന്റെ പ്ലാനും പദ്ധതിയും ഇപ്പോഴുള്ളതുപോലെ തന്നെ. പത്രപരസ്യത്തിലൂടെ ജോലി വാഗ്ദാനം, മികച്ച ശമ്പളമെന്ന പ്രലോഭനം, ട്രെയിനിങ് എന്ന പേരിൽ കൂലിയില്ല ജോലി. കൂലി ചോദിച്ചാൽ ഭീഷണി. ഇരയായതെല്ലാം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ. 13 വർഷത്തിനു ശേഷവും അതേ കമ്പനി അതേ പാറ്റേണിൽ ഈ ചൂഷണവും ക്രൂരതയും തുടരുന്നു. ഇങ്ങനെ കേരളമെമ്പാടും ഫ്രാഞ്ചൈസികൾ തുടങ്ങിയാണ്
കമ്പനി ഈ ചൂഷണം നടത്തി വന്നത്. അതിവർ ഇത്ര കാലമായി തുടരുന്നു എന്നതിലാണ് അത്ഭുതം. ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.